നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഇപ്പോ റാപ്പർ വേടനെതിരെ വന്ന ആരോപണങ്ങൾ കൂടുതൽ ശക്തമായ ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പോ വേടൻ ഒളിവിലാണ് എന്നും അറിയുന്നു. പിന്നെ കേൾക്കുന്നത് ഇനിയും പല സ്ത്രീകളും ഇതേ ആരോപണവുമായി വരും എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞ വേടൻ പെട്ടോ? തീർച്ചയായിട്ടും. കാര്യം വേടനെ സംരക്ഷിക്കാൻ ചില ഇടത് പ്രൊഫൈലുകളും അതുപോലെ തന്നെ ജാതി പറയുന്ന കുറെ ആളുകളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു സത്യാവസ്ഥയാണ്. എല്ലാ പോസ്റ്റിനടിയിലും പോയിട്ട് ഇത് സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമല്ലേ, പോയി സുഖിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് കോടതിക്ക് മനസ്സിലാവുമല്ലോ. ഈ പറയുന്ന സെഷൻ എടുത്തിട്ട് കോടതിക്ക് ഇത് മനസ്സിലാവും, പോലീസിന് ഇത് മനസ്സിലാവും. പോലീസ് ആ കാര്യത്തിൽ ഗൗരവമുള്ള കേസായത് കൊണ്ടാണ് ഇതിൽ കേസെടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഇവർ ഈ വാദങ്ങളൊക്കെ വാദിച്ചാലും ആദ്യത്തെ, അതായത് ഇവർ തമ്മിൽ നടന്നു എന്ന് പറയുന്ന ആദ്യത്തെ ബന്ധം തന്നെ എന്താണ്, റേപ്പാണ്. അതിനുശേഷം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ബന്ധം ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് ഇവിടെ. അതുകൊണ്ട് ഗുരുതരമായ തെറ്റ് തന്നെയാണ് വേടൻ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, വേടനെതിരെ തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വേടനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനവും എടുത്തു. വേടനെ തപ്പി പോലീസ് ഇവിടെ തൃപ്പൂണിത്തുറയിലെ വേടന്റെ ഫ്ളാറ്റിലെത്തിയപ്പോൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് വേടന്റെ തൃശ്ശൂരിലെ വീട്ടിലേക്ക് പോയി അന്വേഷിച്ചപ്പോൾ വേടൻ അവിടെ ഇല്ല. വേടൻ എവിടെയാണെന്ന് അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ വേടൻ ഒളിവിലാണ്. ഇത്രയും ധൈര്യമുള്ള വേടൻ ഒളിവിൽ പോയിരിക്കുന്നു. വേടൻ പറഞ്ഞു ഇത് ബലാത്സംഗമായി കൂട്ടാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന് വേടൻ പറഞ്ഞിട്ടുണ്ട്. അത് കോടതിയിൽ കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞതാണ്. ആ ജാമ്യാപേക്ഷ അവിടെ കൊടുത്തിട്ട് വേടൻ മുങ്ങിയിരിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന എന്താണ്, ഇത്രയും ധൈര്യമുള്ള വേടനാണ് ഇങ്ങനെ മുങ്ങിയത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇതില് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ചേച്ചി പറഞ്ഞതുപോലെ കൂടുതൽ പരാതികൾ ഉണ്ട്. ആ പരാതികൾ പുറത്തു വരാത്തത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. പക്ഷെ ഇതോടുകൂടി കൂടുതൽ പരാതികൾ വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നും അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പരാതി കൊടുത്ത ഡോക്ടറെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഡോക്ടറെ വീട്ടിൽ അതിക്രമിച്ച് കയറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇവരെ സൈബർ ബുള്ളിങ് നടത്തുകയാണ്. കേരളത്തില് ഒരു സ്ത്രീ തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോ ആ സ്ത്രീയെ സൈബർ ബുള്ളിങ് നടത്തുകയാണ് പോയിട്ട്. ഇനിയുള്ളവരും പരാതി പറയും വരൂലല്ലോ. അതെ, ഇവർക്ക് ഇതാണ് അനുഭവം എന്ന് കേൾക്കുമ്പോൾ ഇനി മറ്റൊരു സ്ത്രീ ഇതിന് തയ്യാറാവോ? അത് സ്വാഭാവികമായ ചോദ്യമാണ്. അങ്ങനെ പറ്റരുത്. കേരളത്തിൽ ഈ പറയുന്ന വേടന്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ VD സതീശൻ എവിടെ? വേടന്റെ മറ്റേ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ MV ഗോവിന്ദൻ മാഷ് എന്താ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാത്തത്? എന്താ നിങ്ങളുടെ നിലപാട്? എന്താ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കാത്തത്? അത് മാത്രമല്ല വാർത്ത, ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ വേടനെതിരെ ഈ പീഡന പരാതി ഉന്നയിച്ചത് രണ്ട് സ്ത്രീകളും ദളിത് പെൺകുട്ടികളാണ്. യഥാർത്ഥത്തിൽ വേടൻ എന്ത് രീതിയിലാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്? ഈ ദളിത് വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പാട്ട് പാടുന്നവൻ, അവരുടെ വേദന ഉൾക്കൊണ്ട് പാടുന്നവൻ എന്നത് കൊണ്ടാണ് അവരെല്ലാം ഈ വേടനെ നെഞ്ചേറ്റിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആ വിഭാഗത്തിൽ നിന്ന് വന്ന അത് ആരാധന ഉള്ളത് കൊണ്ടാണല്ലോ വേടനോട് ഇവർ അടുപ്പം സൂക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ വേടൻ ഡീൽ ചെയ്ത രീതി എന്താണ്? എന്നിട്ടാണോ ഇവിടെ ഈ സമൂഹത്തോട് നോക്കി സവർണർ ദളിതരെ പീഡിപ്പിക്കുന്നു എന്ന് ഇവർ ആക്രോശിക്കുകയാണ്. പക്ഷെ ഇവരുടെ ആൾക്കാരോട് തന്നെ ഈ വേടൻ മാത്രമല്ല, ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യുന്നത് വേടൻ ചെയ്തതിനൊപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും. അത് വളരെ കൃത്യമായി ഈ കാര്യം തന്നെയാണ് അഖിൽ മാരാർ പറഞ്ഞത്. അഖിൽ മാരാർ വേടന്റെ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യുകയും ഇത് ഇവിടെ കൃത്യമായ ഡിവൈഡിങ് പൊളിറ്റിക്സ് ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അഖിൽ മാരാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ കുറെ ആളുകൾ ഇരച്ചു കയറുകയും അഖിൽ മാരാർ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള നിലയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ അഖിൽ മാരാർ പറഞ്ഞ സ്ഥലത്ത് തന്നെ കാര്യങ്ങൾ എത്തിയില്ലേ? ഈ മുഖംമൂടി അഴിഞ്ഞു വീഴും എന്ന് കൃത്യമായി അഖിൽ മാരാർ പറഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഇന്നലെ അഖിൽ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേടന്റെ രാഷ്ട്രീയത്തെയോ വേടന്റെ പാട്ടിനെയോ അല്ല വിമർശിക്കുന്നത്. പക്ഷേ വേടൻ ആ പൊളിറ്റിക്സ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു മറയാക്കിക്കൊണ്ട് ഇത്തരം കഞ്ചാവ് വിൽപ്പനയും, അല്ലെങ്കിൽ കഞ്ചാവ് വിൽപ്പനയല്ല, കഞ്ചാവ് ഉപയോഗിക്കുന്നതും രാസലഹരി ഉപയോഗിക്കുന്നതും ലഹരി കൊടുത്തുകൊണ്ട് പീഡനം നടത്തുന്നതും റേപ്പ് ചെയ്യുന്നതും ഒന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു റാപ്പ് സോങ് പാടിയിട്ട്, അതായത് പാവപ്പെട്ടവരുടെ രണ്ട് പാട്ട് പാടി, ജാതിക്കെതിരെ പാട്ട് പാടി, എന്നാ പിന്നെ എനിക്ക് ബലാത്സംഗം ചെയ്യാം, അങ്ങനെയാണോ? ചേച്ചി പറഞ്ഞതുപോലെ ഈ വേടനെതിരെ പരാതി കൊടുത്ത ആളുകൾ SC/ST അഥവാ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകാരാണ്. ആ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ചൂഷണം ചെയ്ത വ്യക്തി ആരാണ്? അതേ ദളിത് വിഭാഗം എന്ന് പറയുന്ന വേടൻ. മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, ദളിത് വിഭാഗത്തിന് പഠിക്കാനുള്ള DNA എന്ന് പറഞ്ഞത് ആരാ? അതും വേടൻ തന്നെയാണ്. ഇത് തന്നെയാണ് സവർണത.
അതായത് തനിക്ക് താഴെ നിൽക്കണം എന്ന ചിന്ത, ആ ബോധത്തെയാണ് സവർണ മനോഭാവം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി അഥവാ ആ പെൺകുട്ടികളുടെ ഉഭയസമ്മതത്തോടെ തന്നെയാണ് അവർ ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നിരിക്കട്ടെ, പക്ഷെ അവന് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയോട് ചെയ്തത് എന്താ? വഞ്ചനയല്ലേ, ചതിയല്ലേ അവൻ ചെയ്തത്. അപ്പൊ എന്താണ്? അപ്പൊ ഇപ്പൊ ആൾക്കാർ അവൻ എന്ന് പറയുന്നതിനെ ചിലർ വിമർശിക്കും. അതിന് ആവശ്യമേ ഉള്ളൂ. അത് വ്യക്തിപരമായി തന്നെ നമുക്ക് തോന്നണം. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അയാൾ ഒരു പെൺകുട്ടി അങ്ങനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അയാൾ ആലോചിക്കാത്തണ്ട ഈ അവരുടെ സമൂഹത്തെ ഉദ്ധരിക്കാൻ ഉന്നമനത്തിനായി വേണ്ടി രാപകലില്ലാതെ പാടുന്നവനാണ് വേണം. തിരുക്കുറൾ വായിച്ചത് കൊണ്ടോ അതിലെ കവിതകൾ ഏറ്റുപാടിയത് കൊണ്ടോ ജനങ്ങളുടെ ഇമോഷൻസ്, ശരിക്കും പറഞ്ഞാൽ ഈ കടലമ്മ പെറ്റതും കരഞ്ഞതും ഒക്കെ പറയുമ്പോൾ ഈ താഴേക്ക് നിൽക്കുന്ന, അതായത് സാമൂഹികപരമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും നമ്മൾ സമൂഹത്തിൽ പിന്നോട്ടാണ് എന്ന ചിന്തയുള്ളവരുടെ ഉള്ളിൽ നിന്നും അവരുടെ ആ ഒരു ഇമോഷണൽ ആ സാധനം ഉണ്ടല്ലോ, അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വന്തം പ്രശസ്തി വർദ്ധിപ്പിക്കുകയാണ് ശരിക്കും വേടൻ ചെയ്തത്. അങ്ങനെയല്ലേ ഉള്ളൂ? 100%. കാരണം ഇത്തരം വിഭാഗങ്ങളുടെ ചൂഷണങ്ങളെ പറ്റി പറഞ്ഞ് തനിക്ക് സ്വയം നേട്ടമുണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. ഇപ്പൊ ആവേശം കൊള്ളിക്കുക, അവരെ ആവേശം കൊള്ളിക്കാണ്. നമ്മൾ ദുർബലരാണ്, നമ്മളെ ഇവർ ചൂഷണം ചെയ്യാണ്, നമ്മൾ അധകൃതരാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അവരുടെ ഉള്ളിൽ അവരുടെ സ്വത്വം ഇതാണ് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയല്ലേ വേടൻ ചെയ്തോണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ വേടൻ വാങ്ങുന്ന പണം, അത് അദ്ദേഹത്തിന്റെ ബാൻഡ് വാങ്ങുന്ന പണമാണ്. ഞാൻ അതിനെതിരൊന്നും പറയുന്നില്ല, ഇഷ്ടമുള്ള പൈസ വാങ്ങിച്ചോട്ടെ. പക്ഷെ അങ്ങനെ പൈസ വാങ്ങിക്കുമ്പോഴും ഇവിടെ ഭക്ഷണം കിട്ടാതെ നിൽക്കുന്ന ആദിവാസി കുട്ടികളുണ്ട്, ഇവിടെ ദളിത് ആളുകളുണ്ട്. അത്തരം ആളുകളെ സഹായിക്കാൻ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകളല്ലേ ഉള്ളൂ, അല്ലേ? വേടന്മാരെ കാണുന്നില്ലല്ലോ. ഇവരെത്രയാ വാങ്ങിക്കുന്നത്? ഇവർ വാങ്ങിക്കുന്നതിന്റെ ഒരു 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 ചെറിയ പങ്ക് ഈ പറയുന്ന ആളുകൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്രമാത്രം നല്ലതാകുമായിരുന്നു. ഈ പറയുന്ന പെൺകുട്ടിയെ ഇപ്പൊ എല്ലാ ആൾക്കാരും പറയുന്നത്, ഞാൻ നേരത്തെ ഇപ്പൊ നമ്മൾ ഇത്ര ചർച്ച നടത്തിയാലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവർ അങ്ങോട്ട് വിളിച്ചിട്ടല്ലേ പോയത്? എന്റെ ചേച്ചി, ഞാൻ പറയട്ടെ, നമ്മൾ ആരെങ്കിലും ഒരാളെ പരിചയപ്പെടണമെന്ന് കരുതി വീട്ടിലേക്ക് വിളിക്കുമ്പോ അതിന് റേപ്പ് ചെയ്യാനുള്ള അനുമതിയാണോ? അത് സെക്സ് ചെയ്യാനുള്ള അനുമതിയാണോ? അങ്ങനെയാണോ കണ്ടത്? നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തോ ആയിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, ഇനി അതിലപ്പുറത്തേക്കുള്ള വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ആണെങ്കിൽ പോലും ഒറ്റൊരാളുടെ ശരീരത്തിൽ കൈവെക്കുമ്പോൾ അവരുടെ അനുമതി, അവരുടെ കൺസെന്റ് ഉണ്ടായിരിക്കണ്ടേ? അതല്ലേ കല്യാണം കഴിച്ച സ്ത്രീ ആണെങ്കിൽ പോലും അത് വേണമല്ലോ. മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്ന കാലത്താണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ആളുകൾ ചോദിക്കുന്നത്, 2 വർഷം കഴിഞ്ഞിട്ടാണോ ഇത് പീഡനമാണ് എന്ന് മനസ്സിലായത്? ഇന്നലെ ബൈജൂസ് ബ്ലോഗ് എന്ന് പറഞ്ഞ ഒരു ബ്ലോഗിൽ ഇരുന്നുകൊണ്ട് ബൈജു അത്യാവശ്യം കാര്യങ്ങളെല്ലാം പ്രതികരിക്കുന്ന വ്യക്തിയാണ് ഈ ബൈജൂസ് ബ്ലോഗിലെ ബൈജു. അയാൾ ഇരുന്ന് ചോദിക്കുകയാണ്, 2 കൊല്ലം കഴിഞ്ഞിട്ടാണോ പീഡനമാണെന്ന് മനസ്സിലായത്? തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ അറിഞ്ഞത് ഈ 2 വർഷത്തിന് ശേഷമാണ്. ഞാൻ ചോദിക്കട്ടെ, അത്യാവശ്യം കാര്യങ്ങളിലെല്ലാം പ്രതികരിക്കുന്ന ഈ ബൈജുവിന് ഈ പറയുന്ന കുറ്റപത്രം ഒന്ന് കുറ്റപത്രമല്ല, ഈ പറയുന്ന മൊഴി ഒന്ന് വായിച്ചു നോക്കിക്കൂടായിരുന്നോ? ആദ്യം എന്താണ്, ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിന്റെ വിഷയം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഫ്ലാറ്റിലേക്ക് വന്ന അതിഥിയെ മര്യാദയോടെ സ്വീകരിച്ചിരുത്തി ആ കാര്യം സംസാരിച്ച് അവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകുമ്പോ ഒരു ഉമ്മ തന്നോട്ടെ എന്ന് ചോദിക്കുമ്പോ ആ കുട്ടി ശരി ഓക്കെ എന്ന് പറഞ്ഞ ഒരു ഉമ്മ, ഇഷ്ടമുള്ള ഒരാളല്ലേ, ഒരു ഉമ്മ തന്നോളൂ എന്ന് പറയുന്നു. ആ ഉമ്മ തന്നതിന് ശേഷം ഈ കുട്ടിയെ എടുത്ത് ബെഡിലേക്ക് ഇട്ട് റേപ്പ് ചെയ്യാണ്. റേപ്പ് ചെയ്തതിന് ശേഷം വലിയ പ്രശ്നം ഉണ്ടായപ്പോ അന്ന് പറഞ്ഞു, ഇത് പറ്റിപ്പോയി, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം, എന്തായാലും സംഭവിച്ചല്ലോ. അപ്പൊ ആ കുട്ടി സമാധാനമായി, കാരണം അവൾക്ക് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് കല്യാണം കഴിക്കാന്ന് പറയുന്നു. ശരി, ഓക്കെ. ആ പ്രശ്നം അവിടെ ഒതുക്കി വേടൻ. എന്നിട്ട് അന്ന് പോകാനിരുന്നവൻ 3 ദിവസം കഴിഞ്ഞിട്ടാണ് പോയെന്ന് പറയുന്നു. അത് എന്താണെന്നറിയോ, ആ കുട്ടിയെ സമാധാനിപ്പിച്ച് അവിടെ ഇരുന്നു. ഈ കുട്ടി കേസ് കൊടുക്കാതിരിക്കാൻ അവളുടെ കൂടെ ഇരുന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾ പോകുന്നത്. ഇത് കേസല്ലേ? ഇത് ക്രൈം അല്ലേ? ഇത് ഈ പറയുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ള ക്രൈം അല്ലേ? അതിനുശേഷം ഇവർ തമ്മിൽ നടന്നിട്ടുള്ള ബന്ധങ്ങളെല്ലാം തന്നെ എന്താണ്, ഇവർ തമ്മിലുള്ള ഒരു കരാറിന്റെ പുറത്താണ്. കല്യാണം കഴിക്കും എന്നുള്ള, എനിക്ക് കുറെ എന്താണ് സംഗീതം കാര്യങ്ങളായി മുന്നോട്ട് പോകാനുണ്ട്, എനിക്ക് സ്വന്തം ബാൻഡ് കെട്ടിപ്പടുക്കാനുണ്ട്, എനിക്ക് എന്റെ ജീവിതം സെറ്റാക്കാനുണ്ട്, അതുകൊണ്ട് ശേഷം നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോൾ ആരാ വിശ്വസിക്കാത്തത്? വിശ്വസിച്ചു പോവില്ലേ? അതിന്റെ ഇടയ്ക്ക് ബന്ധങ്ങൾ നടന്നിട്ടുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത സാധനം മാത്രമാണ്. ഇനി അതെല്ലാം നിങ്ങൾ എടുത്ത് മാറ്റിക്കോളൂ. ആദ്യം നടന്ന ഈ റേപ്പിനെ നിങ്ങൾ റേപ്പല്ലേ, അതിന് എന്ത് പറഞ്ഞിട്ടാ ന്യായീകരിക്കുക? അപ്പൊ ഇങ്ങനെ പ്രതികരിക്കുന്ന ആളുകളോടൊക്കെ പുച്ഛം തോന്നി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനി വേറെ കാര്യമുണ്ട് കേട്ടോ, വെറുതെ ആളുകൾക്കെതിരെ ചുമ്മാ കയറി പരാതി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനെയല്ല വന്നത് എന്ന് നമുക്ക് ഇതിന്റെ കൃത്യമായ FIR പരിശോധിച്ചാൽ മനസ്സിലാവുന്നേ. പറയാം.
അതായത് ഇപ്പൊ പറഞ്ഞില്ലേ അവൾ ഉഭയസമ്മത പ്രകാരമാണ് എന്ന് പറഞ്ഞു. അവളുടെ ഒരു സൗഹൃദത്തിന് അവൾക്ക് അതിനുള്ള കൺസെന്റ് ആയിട്ട് ആൾക്കാർ വ്യാഖ്യാനിക്കുകയാണ്. നമ്മളിപ്പോ ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഇരിക്കുന്നു, വേറെ ഒഴിഞ്ഞ സീറ്റിൽ ഒരു പുരുഷൻ കയറി വരുമ്പോൾ ഇരിക്കാൻ നോക്കുമ്പോൾ സ്ത്രീ ഇരുന്നോട്ടെ എന്നൊരു അനുവാദം, മൗനാനുവാദം കാണിക്കുമല്ലോ. അപ്പോൾ ഇരുന്നെന്ന് വെച്ചോ, ആ ഇരുന്നതിന്റെ അർത്ഥം ആ പുരുഷന് ഈ സ്ത്രീയുടെ ശരീരത്തിൽ തട്ടാനും മുട്ടാനുള്ള ലൈസൻസ് ആണെന്നാണോ? അല്ല. ഞാൻ കണ്ടിട്ടുള്ള മിക്കവാറും ഈ ട്രെയിനിലായാലും ബസ്സിലായാലും ഇപ്പൊ ഈ അടുത്തടുത്ത് അറിയാത്ത സ്ത്രീ പുരുഷൻ ഒന്നിച്ചിരിക്കേണ്ടി വരുമ്പോ പുരുഷൻ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇരിക്കുള്ളൂ, അവർ വിരിഞ്ഞേ ഇരിക്കുള്ളൂ. പക്ഷെ ഏതെങ്കിലും ഒരു ആണിന്റെ അടുത്താണെങ്കിൽ അവർ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഒരു സ്ത്രീയുടെ അടുത്തിരുന്ന ഇങ്ങനെ അവന്റെ മുട്ട് ഈ സ്ത്രീയുടെ ഈ കക്ഷത്തിന്റെ അടിയിലേക്ക് പോകുന്ന രീതിക്കേ ഇരിക്കുള്ളൂ. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. അപ്പോ നന്നായിട്ട് നുള്ളി കൊടുക്കാൻ തോന്നും, ഭയങ്കര. പക്ഷെ പലപ്പോഴും സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോകും അതിൽ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയെ ഒരുത്തൻ ഇരുന്നിട്ട് ഇങ്ങനെ തട്ടുന്നു. അപ്പൊ ആ പെൺകുട്ടിയുടെ സഹോദരി പ്രതികരിക്കുന്നു, വേറെ ആരും മിണ്ടുന്നില്ല, എല്ലാരും കാഴ്ചക്കാരായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അയാൾ പറയുന്നത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ. ആ പെൺകുട്ടി കൃത്യമായി മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സാഹചര്യത്തിലും നീ ഇരുന്നു കൊടുത്തിട്ടല്ലേ ഈ ഒരു സ്ത്രീക്കെതിരെ വരുന്ന ഈ ഒരു ആരോപണം ഇത് തന്നെയാണ് ഇവിടെയും ഈ സമൂഹ മാധ്യമങ്ങൾ ഈ പെൺകുട്ടിക്കെതിരെ കാണിക്കുന്നത്. 100%. മാത്രമല്ല, നമുക്ക് അവസാനിപ്പിക്കുന്ന സമയമായി. പലരും ചോദിക്കുന്നത്, ഒരുത്തനെ ഫ്ലാറ്റിൽ വിളിച്ചിരുത്തി ഉമ്മ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായി കൊടുത്തിട്ടല്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ചുംബനം എന്ന് പറയുന്നത് സെക്സ് ആണോ എന്നുള്ള ചോദ്യമുണ്ട്. ഹഗ് എന്ന് പറയുന്നത് സെക്സ് ആണോ എന്നുള്ള ചോദ്യമുണ്ട്. എന്റെ ശരീരത്തിൽ ഞാനിപ്പം എത്രയോ സിനിമാ നടന്മാർ, ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കാണുമ്പോൾ ആളുകൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. അത് എന്ന് കരുതിയിട്ട് ലാലേട്ടന് അതൊരു പ്രശ്നമല്ല. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന അത്രയും മികച്ച നടനെ കാണുമ്പോൾ ആർക്കും കെട്ടിപ്പിടിക്കാൻ തോന്നും. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ ലാലേട്ടനെ തൊടാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്. അതൊക്കെ നടന്ന ആളാ ഞാൻ. അങ്ങനെ ചെയ്യുന്നതിന്റെ അദ്ദേഹത്തോട് ലൈംഗിക ബന്ധത്തിൽ അങ്ങനെയല്ലോ. ഇനി മാത്രവുമല്ല, അദ്ദേഹത്തെ ചുംബനം നൽകാൻ അദ്ദേഹം സമ്മതിച്ചു എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ മറ്റു പ്രൈവറ്റ് പാർട്ടികളിലോ ശരീരത്തിലോ പിടിക്കാനുള്ള ഇടയ്ക്ക് ഒരു വീഡിയോ ഇങ്ങനെ മോഹൻലാലിന് ഒരു പെൺകുട്ടി ഓടിച്ചെന്ന് ഇങ്ങനെ ചേർന്ന് ഫോട്ടോ എടുക്കുന്നു. അത് കണ്ടപ്പോ നമുക്ക് അയ്യോ ആ പെൺകുട്ടിയുടെ എത്ര ഭാഗ്യവതി എന്ന് തോന്നിപ്പോ. പക്ഷെ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ എത്രമാത്രം മോശമായിട്ടാണ് ഈ ആൾക്കാർ അതിന്റെ അടിയിൽ കമന്റ് ഇട്ടതെന്ന് അറിയാമോ? ആ പെൺകുട്ടിയെ വളരെ മോശമായിട്ടാണ്. എത്ര പ്രായവ്യത്യാസമുള്ള ഒരാളാണെന്ന് കണ്ടു. തീർച്ചയായിട്ടും. മാത്രവുമല്ല, ഈ ഇന്ത്യൻ ജനാധിപത്യ ഇന്ത്യയില് ഒരു വീട്ടിനകത്ത് ഒരു പുരുഷനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചായ കൊടുത്ത് അദ്ദേഹത്തോട് ഇരുന്ന് ആ പുരുഷനോട് ഇരുന്ന് ധൈര്യപൂർവ്വം സംസാരിക്കാൻ ഒരു പെൺകുട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന് എന്താണ് എതിരായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വിലക്കുകളാണ് വരുന്നതെങ്കിൽ എന്ത് ജനാധിപത്യമാണ് ഇവിടെ ഉള്ളത്? ഒരു പെൺകുട്ടി ഒരാളെ വീട്ടിലേക്ക്, സ്വന്തം വീടാണ്, സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് നിങ്ങൾ ഇരിക്കൂ, ചർച്ച ചെയ്യാം, സംസാരിക്കാം, ഭക്ഷണം കഴിച്ച് പോകൂ എന്ന് പറയുമ്പോൾ അതിന്റെ മറവിൽ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നീ അവരെ വീട്ടിൽ വിളിച്ച് കെട്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം വീടാണ്, ആ വീട്ടിലല്ലാതെ അവള് കാട്ടിൽ പോയിട്ട് വിളിച്ചിട്ട് ഇവനെ കൊണ്ട് എന്ത് ചെയ്യണം, ചർച്ച നടത്തണമായിരുന്നോ? ഇങ്ങനെ പറയുന്ന ഞരമ്പ് ആൺവർഗങ്ങളും കുറെ പെൺവർഗങ്ങളുണ്ട്, കുറെ പെൺവർഗങ്ങളുണ്ട്. ഇവരുള്ള നാട്ടിൽ എന്ത് ആധുനിക പുരോഗതിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് ഏറ്റവും കൂടുതൽ വളം വെക്കുന്ന ആരാന്നറിയോ? ഇവിടുത്തെ CPM-ന്റെ പുരോഗമന സിംഗങ്ങൾ, കുറെ ആക്ടിവിസ്റ്റ് സിംഗങ്ങൾ, കുറെ സാംസ്കാരിക നായകർ, ഇവരെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ ഒരു സ്വാഭാവികമായ സംഭവം. എന്തായാലും വേടന്റെ വിഷയത്തിൽ വേടൻ ഒളിവിലാണ്. ആ സത്യസന്ധമായ തീരുമാനം കോടതി എടുക്കട്ടെ. ഈ വിവാഹബന്ധം നിലനിൽക്കെ ഒരാളുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ മാത്രമാണ് ഈ കേസ് നിലനിൽക്കാതിരിക്കുക. ഇത് വിവാഹം കഴിക്കാത്ത 2 പേരായതുകൊണ്ട് നിലനിൽക്കും എന്ന് തന്നെയാണ് നിയമവിദഗ്ധരും പറയുന്നത്.